ഞാൻ ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നേ. പണ്ടൊക്കെ എനിക്ക് ലൈറ്റ് ഹൗസിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. നല്ല ഹൈറ്റൊക്കെ എനിക്ക് നല്ല പേടിയാണ്. മുകളിലൊക്കെ അഥവാ എങ്ങാനും പേടിച്ച് പേടിച്ച് കയറിയാൽ തന്നെ ഇങ്ങനെ വിറച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിൽക്കും. ഇപ്പോഴും എനിക്ക് പേടിയുണ്ടില്ല എന്നല്ല, പക്ഷെ ഞാൻ ആ വിറയലൊന്നും കാണിക്കത്തില്ല. ഞാൻ ഭയങ്കര ധൈര്യം സംഭരിച്ചൊക്കെ നിൽക്കും. ഇവിടെയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 10 റുപ്പീസ് കൂടെ നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. നമ്മളിവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം കയറാൻ കേട്ടോ. അത് എല്ലാ ലൈറ്റ് ഹൗസിലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ തിങ്കളാഴ്ച ദിവസങ്ങൾ ഹോളിഡേ ആണ് കേട്ടോ. നമുക്ക് വന്നു കഴിഞ്ഞാലും ലൈറ്റ് ഹൗസിനകത്ത് കയറാനൊന്നും പറ്റത്തില്ല. ഇവിടുത്തെ സ്റ്റേഴ്സ് ശ്രദ്ധിച്ചോ, തടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. കയറുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ എങ്ങനെയോ ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങ് കയറി. ലാസ്റ്റ് പോർഷൻ എത്തുമ്പോഴാണ് കുറച്ചുകൂടെ പേടിയുണ്ട്. ഇത് വലിഞ്ഞ് കയറണം. അയ്യോ, ദൈവങ്ങളെ മൊത്തം വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി. പക്ഷെ മുകളിലുള്ള വ്യൂ ഭയങ്കര അമേസിങ് ആയിരുന്നു കേട്ടോ. നോർമലി ഞാൻ കണ്ടേക്കുന്ന ലൈറ്റ് ഹൗസ് ഒക്കെ ബീച്ചിന് തൊട്ടടുത്തായിരിക്കും, പക്ഷേ ഇത് ഇച്ചിരി നല്ല ഡിസ്റ്റൻസിലാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനൊക്കെ പോകുന്ന കാണാം കേട്ടോ. പിന്നെ ദൂരത്തൊരു പാലമുണ്ട്, അത് റോഡാണ് ആക്ച്വലി. അപ്പം വണ്ടികൾ പോകുന്ന കാണാം. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ. പിന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് പിള്ളേർ സ്കൂൾ ട്രിപ്പിന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട്, ഫോട്ടോസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ നിന്നപ്പം സോ ഹാപ്പി. നല്ല പിള്ളേരായിരുന്നു കേട്ടോ, നല്ല കമ്പനി ആവുന്ന പിള്ളേരായിരുന്നു. ഈ ലൈറ്റ് ഹൗസ് പണിതത് 1862-ലാണ്. 1860 തന്നെ ഇവർ തറക്കല്ലിട്ടു. 2 വർഷം കൊണ്ടാണ് ഈ ലൈറ്റ് ഹൗസ് പണിത് പൂർത്തിയായത്. ഇവിടുത്തെ പോർട്ടിലെ ഓഫീസറിന്റെ വൈഫായിട്ടുള്ളത് മേരി ആൻ ക്രോഫോർഡ് ആണ് ഈ ഒരു ലൈറ്റ് ഹൗസിന് തറക്കല്ലിട്ടത്. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മേരിടൈം ഹിസ്റ്ററി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മ്യൂസിയം ആണ് കേട്ടോ. ചെറിയൊരു സംഭവം, പക്ഷെ ഞങ്ങൾ കയറി കണ്ടതൊന്നുമില്ല. പക്ഷെ ആ ഒരു കൺസ്ട്രക്ഷൻ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.